ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ജോലിക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഓർത്തു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് പകൽക്കാലം നിങ്ങളെ കാണിച്ചുകൊണ്ട് പോകാം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഭയങ്കര ശാന്തമായ ഒരു ദിവസമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. നമുക്കിപ്പം ഈ മനുഷ്യർക്കിങ്ങനെ നടക്കാനായിട്ട് ഇവിടെ നമുക്ക് പ്രത്യേകം വേ ഉണ്ട്. ഇതിപ്പോൾ റോഡാണെങ്കിൽ ഈ സൈഡിൽ കൂടാണ് നമ്മൾ എല്ലാവരും നടക്കേണ്ടത്. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെയുള്ള പാത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബസ് സ്റ്റോപ്പാണ്. അപ്പം ഞാൻ ഷഡ്സികൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പാണിത്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ പിന്നെ ഇവിടെ വെയിറ്റിംഗ് ഷെഡ് കണക്കൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല. പക്ഷേ നമുക്ക് ഇവിടെ പോകുന്ന ഫാർ പ്ലാൻ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടാകും. ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, ആ സ്ഥലത്തേക്ക് പോകാൻ ഏത് സമയത്താണ് ബസ് വരുന്നതെന്നൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ബസ്സുകൾ ഇവിടെ സാധാരണ വരാറുണ്ട്. ഇവിടെ ഇന്നൊരു നല്ല തണുപ്പാണ്. ഇപ്പോൾ രാവിലെയാണ് എനിക്ക് ഡ്യൂട്ടി. 6:38 എനിക്ക് ഡ്യൂട്ടി തുടങ്ങുന്നത്. ഇപ്പോൾ 5:45 നമ്മളാണെങ്കിൽ ഇവിടുന്നൊരു 20 മിനിറ്റ് എനിക്ക് നടക്കാനുണ്ട്. സാധാരണ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളിലാണ്. പക്ഷേ ഇന്ന് ഞാൻ സൈക്കിള് എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ്. സൈക്കിളൊക്കെ ചവിട്ടി വരുന്നവരുണ്ട്. രാവിലെ അവർ ഒരു എക്സസൈസ് പോലെ ഇവിടെ സൈക്കിളൊക്കെ രാവിലെ ചവിട്ടാറുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തതയാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ. ഞായറാഴ്ച കൂടുതലും ആൾക്കാർ പള്ളിയിൽ പോകും. അതുപോലെ തന്നെ ഫാമിലിയോട് സമയം സ്പെൻഡ് ചെയ്യാനാണ് അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടപ്പുണ്ട്. മിക്ക ഷോപ്പുകളും ക്ലോസ്ഡ് ആയിരിക്കും ഞായറാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആശുപത്രികൾ, അതുപോലെ ഫയറിൻ്റെ കാര്യങ്ങൾ, പോലീസായി, അതുപോലെ മറ്റ് അങ്ങനെയൊക്കെയുള്ള എല്ലാം ഞായറാഴ്ച വർക്കിംഗ് ആണ്. അല്ലാത്ത പിന്നെ ഷോപ്പുകൾ അതെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും ഞായറാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സൈക്കിളിനൊക്കെ പോകാനുള്ള വഴി ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് വഴിയുണ്ട്. ഞാൻ കൂടുതൽ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ റോഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ കൂടെ കാറും പോകും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ റെഡ് കളറിൽ നോട്ട് ചെയ്തിരിക്കുന്നത് കാണാം. അവിടെയാണെങ്കിൽ നമ്മൾ സൈക്കിള് പോകാനുള്ള ചിഹ്നം ഈ റോഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടാണ് നമ്മൾ സൈക്കിള് ഓടിച്ച് പോകേണ്ടത്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈക്കിള് അവിടെ എൻഡായി. ഇനി അടുത്തത് അപ്പുറത്തെ സൈഡിലാണ്. നിങ്ങൾക്ക് കാണാം ആ സൈഡിലോട്ട് വര കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകാനുള്ളവരാണെങ്കിൽ അങ്ങോട്ട് പോകണം. ഇപ്പം ഇങ്ങോട്ടാണെങ്കിൽ ഈ സൈഡിൽ കൂടെ പോകണം. അതുപോലെ തന്നെ ഇവിടെ ആമ്പൽ നോഫ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളൊരു റോഡ് മുറിച്ച് കടക്കുമ്പോൾ നമ്മൾ ഇതിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ആ റെഡ് ഇപ്പം മാറി ഗ്രൂൺ ആയിട്ടുണ്ട്. അപ്പം ഗ്രൂൺ ആയതിന് ശേഷം മാത്രമേ നമ്മൾ റോഡ് മുറിച്ച് കടക്കാറുള്ളൂ. ചോദിച്ചാൽ ഇവിടെ ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ യാത്രയൊക്കെ ചെയ്യേണ്ടത്. അത് അല്ലെങ്കിൽ അപകടങ്ങൾ തീർച്ചയായിട്ടും വരും. അശ്രദ്ധ കാരണം നമ്മൾ നിയമവിരുദ്ധമാണ്. പിന്നെ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്കും അത് പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ യാത്ര ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ മനുഷ്യനെ നടക്കുന്ന റോഡിൽ കൂടെ നടക്കുകയാണ്. കണ്ടത് നിങ്ങൾക്ക്. ഞാൻ സൈക്കിളിൽ പോകുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഈ സൈഡിൽ കൂടാണ് സൈക്കിള് ചവിട്ടി തിരിച്ചു വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വലത്ത് ഭാഗം ചേർന്ന് വേണം പോകാൻ. വലത്തൂടാണല്ലോ ഇവിടുത്തെ പിന്നെ വണ്ടികൾ ഓടിക്കുന്നത്. നമ്മൾ വലത്തെ സൈഡ് ചേർന്ന് നമുക്ക് പോകണം. നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ ട്രീസ് നിൽക്കുന്നത് കാണാം. എല്ലാം പഴവർഗ്ഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇത് പിയറാണ്. അപ്പോൾ പിയർ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് ആപ്പിളാണ്. ആപ്പിളിന് ജർമ്മനി ആഫൽ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വീണ്ടും അവിടെ ഒരു 3-4 പിയറിൻ്റെ ട്രീസ് ഉണ്ട്. ആരും തന്നെ ഇതിൽ നിന്ന് പിക്ക് ചെയ്യാറില്ല. അതൊക്കെ നിയമവിരുദ്ധമാണ്. നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ട്രീസിൽ നിന്നൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. അപ്പം ഇതൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ്.
ഇപ്പം നമുക്ക് വീണ്ടും കാണാം, സൈക്കിളിൻ്റെ പാത കാണാം. ഈ എന്താണ് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി പോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സുഗമപരമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകാം. ഇവിടെ ആരോഗ്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ കാണേണ്ട ക്രോസിങ് ഇവിടെ റോഡിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ സൈക്കിൾ യാത്ര. അതിന് പ്രത്യേകം വേ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഈ സൈക്കിള് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ജർമ്മൻസ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മൃഗങ്ങളെ വളർത്തുക. ഇത് അണ്ടർഗ്രൗണ്ടാണ്, മുകളിൽ ട്രെയിൻ പാളമാണ്. അപ്പോൾ ഇതുവഴി നമ്മൾ ഇങ്ങനെ ഇത് കണ്ടോ, സൈഡിലൊക്കെ ഇവർ വരച്ച് വെച്ചിരിക്കുന്ന കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതാണ് പാത്ത്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ സൈക്കിള് പോകാനുള്ള ഒരു വേ. ഇതിപ്പം ഞാൻ നടന്ന് കയറുന്നു. ഇത് സൈക്കിള് കയറ്റാനും ഇറക്കാനുമുള്ള ഒരു വേ ആണത്. അപ്പം എൻ്റെ ഒരു 20 മിനിറ്റ് യാത്രയാണ് എനിക്ക് എൻ്റെ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് ഉണ്ടായിരുന്നത്. ഇനിയൊരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ആൾഡിന്ന്. അപ്പോൾ ആൾഡിന്ന് സാധനം മേടിക്കും. അപ്പോൾ ഇതാണ് ആൾഡി എന്ന് പറയുന്നത്. ഈ ഒരു വലിയ ഷോപ്പാണ് ആൾഡി. പിന്നെ നിങ്ങൾക്ക് കാണാം ലിഡിൽ. അപ്പം ഈ ആൾഡിയും ലിഡിലും ഒക്കെ നമുക്കിവിടെ അടുത്താണ്. പക്ഷേ ഞാൻ സാധാരണയായിട്ട് സാധനങ്ങൾ മേടിക്കുന്നത് കൗഫ്ലാൻഡിൽ നിന്നാണ്. കാരണം കൗഫ്ലാൻഡിലാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അടുത്താണ്. നമ്മൾ മുമ്പ് കണ്ടത് ഒരു സിഗ്നൽ മുറിച്ച് കടന്നാൽ മതിയായിരുന്നു. ഇവിടെ വലിയൊരു സ്ഥലമാണ്. ഒത്തിരി സിഗ്നലുകൾ നമ്മൾ മുറിച്ച് കടക്കാനുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് നടന്നു പോകാനുള്ള സിഗ്നൽ അവിടെ തെളിഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യും. സാധാരണ ഞാൻ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ആൾക്കാർ വേഗത്തിൽ ക്രോസ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും തെറ്റാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ ജോലി സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ യാത്രയിൽ 20 മിനിറ്റുള്ള യാത്രയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ബസ്സുകൾ കുറച്ച് കുറവായിരിക്കും. ട്രെയിനും ബസ്സും എല്ലാം ഉണ്ട്. പക്ഷേ അത് മറ്റേ എല്ലാ ദിവസവും ബസ്സുകൾ ഉള്ളതുപോലെ അത്രയും ബസ്സുകൾ ഈ ഞായറാഴ്ച ഉണ്ടാവത്തില്ല. ട്രെയിനുകളാണേലും അതേപോലെ. അപ്പം അതാണ് അടുത്ത ഒരു ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ജർമ്മനിയുടെ വിശേഷങ്ങൾ, പിന്നെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തെ എക്സ്പീരിയൻസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതൽ വീഡിയോ കിട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.